രജിത്ജി, നമ്മൾ ആളുകൾക്ക് ഒരുപാട് ആകാംക്ഷ ഉണർത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ഒന്നാമത്തല്ല, 14-ാമത്തത്, 15-ാമത്തെ എപ്പിസോഡാണ്. ആദ്യം മുതൽ കൂട്ടുമ്പോൾ 15ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, നമ്മൾക്ക് അങ്ങേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ അങ്ങയെ അറിയിക്കും. ചില മെസ്സേജുകൾ അല്ലാത്ത കാലത്ത് അങ്ങ് സാധാരണ മനുഷ്യരെ പോലെ അങ്ങയുടെ ജോലിയും ചെയ്ത് അങ്ങ് ജീവിക്കും. ഇടയ്ക്ക് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ വരും, അതനുസരിച്ച് ആക്ട് ചെയ്യും. LMRK ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ LMRK ചില സമയത്ത് ഒരു സ്ലീപ്പർ സെല്ലാണ്, തീർച്ചയായും. എന്നിട്ട് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഈ അഗ്നിഹോമം കഴിഞ്ഞതിന് ശേഷം എന്നോട് നമ്മുടെ രാജേഷ് വിളിച്ചിരുന്നു. ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട്, രജിത്ജി അതുമായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ABC-യിൽ നമുക്ക് പറയണം. ABC ഭഗവാന്റെ ചാനലാണ്, LMRKയുടെ ചാനലും കൂടിയാണ്. അതുകൊണ്ട് ABC-യിലേക്ക് പറയണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അസൗകര്യം കൊണ്ട് നടന്നില്ല. അപ്പോൾ ഇന്ന് വന്നല്ലോ. അപ്പോൾ എനിക്ക് അറിയാനുള്ളത്, നമ്മുടെ LMRKയിലെ നൂറുകണക്കിന് പ്രവർത്തകർക്കും അറിയണം, നമ്മളെ സാഗൂതം നോക്കുന്ന ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും അറിയണം എന്താണ് ഭഗവാൻ ഇനി ഏൽപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ. അപ്പം അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, LMRKയുടെ ഒരു രീതി അങ്ങനെയാണ്. ഭഗവാൻ അങ്ങനെ ചെയ്തിരിക്കണം. ഒരു ഡ്യൂട്ടി വരുമ്പോൾ ആ ഡ്യൂട്ടിക്ക് നമ്മൾ തടവുടൻ എനിക്കും അതിന് തയ്യാറാവും. ആദ്യം മെസ്സേജ് സ്വീകരിക്കുന്നു. എല്ലാവരും നമ്മുടെ കൂട്ടാളികളെ, പോരാളികളെ, എല്ലാവർക്കും പടയാളികളെ വിളിക്കുന്നു. പ്രോഗ്രാം ഉണ്ട്, നമുക്ക് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അവരെല്ലാവരും വരുന്നു. ആ ദൗത്യം കഴിഞ്ഞാൽ അവരവരുടെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകണു. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകണു. എൻ്റെ കുടുംബം, എൻ്റെ റുട്ടീൻ കാര്യങ്ങളായിട്ട് ഞാൻ നടക്കണു. അങ്ങ് പറഞ്ഞ പോലെ സ്ലീപ്പറായിട്ട് നിൽക്കണം. അടുത്ത ഡ്യൂട്ടി കിട്ടണവരെ അത് അങ്ങനെ തന്നെയാണ്. വേറെ അതായത് നമ്മളെ ഇടയ്ക്ക് ആൾക്കാർ പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്യുന്ന ഗിമ്മിക്ക് പരിപാടികളൊന്നും ഇല്ല. നമ്മൾ ഞാൻ കാണുന്ന LMRKയുടെ ഒരു സവിശേഷത, ഇതൊരു റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്ന ഒരു ഭക്തി പ്രസ്ഥാനമല്ല, കാണിക്ക വഞ്ചിയും ഇല്ല. അതൊരു വലിയ കൗതുകമാണ്. കാരണം ഇങ്ങനെയൊക്കെ ഇത്രയും ആളുകളൊക്കെ വന്നു ചേർന്നാൽ സ്വാഭാവികമായും സംഭവിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ LMRK ഒരു വേറിട്ട ഐഡന്റിറ്റിയാണ്. അതെല്ലാവരും പറയാറുണ്ട്. പലരും ചോദിക്കും, അല്ല നമുക്ക് ഓരോ ജില്ലയിൽ ഒരു മീറ്റിംഗ് വെച്ചുകൂടെ, അങ്ങനെ അതായത് അങ്ങനെ ആൾക്കാരെ പിടിച്ചു നിർത്തണം, പോവാതിരിക്കുക. ഞാൻ പറഞ്ഞു, അതൊന്നല്ല, നമ്മുടെ ഡ്യൂട്ടി ഭഗവാൻ ഡ്യൂട്ടി ചെയ്യണം, ആ ഡ്യൂട്ടി മാത്രമാണ്. ബാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. അതിന് അടുത്ത ഡ്യൂട്ടിക്ക് വരിക. അപ്പൊ വരാൻ പറ്റണവരൊക്കെ വരിക. ആരൊക്കെ വരണം ആരൊക്കെ വരണ്ടെന്ന് തീരുമാനിക്കുന്നു നമ്മളല്ല, അല്ല അദ്ദേഹമാണ്. അപ്പൊ നമുക്ക് ആൾക്കാരുണ്ടോ, ആൾക്കാർ പിടിച്ചു നിർത്തണോ, ആൾക്കാർ പോകാൻ പാടില്ല, അങ്ങനത്തെ ഒരു വേവലാതികൾ ഇല്ല. ആളുടെ ഡ്യൂട്ടി ചെയ്യുക, ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യാന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഒരുവിധ ആൾക്കാരൊക്കെ സെറ്റായി ഇതിലേക്കായി. അല്ല, അതിനകത്ത് നിൽക്കുന്ന ആളുകളുടെ മുഖത്തുള്ള ഒരു പ്രസാദമുണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു, അവാച്യമായ ഒരു അനുഭവമാണ്. എല്ലാവരും അല്ലാത്തൊരു അനുഭൂതിയിലാണ് അവിടെ പങ്കെടുക്കുകയും ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തത്. തീർച്ചയായും അത് അവർക്കൊരു ഡ്യൂട്ടി ചെയ്യാന്നുള്ളൊരു ബോധം വന്നു. അതല്ല, കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരേ സമയത്ത് ഒന്നിച്ച് ഇത്രയും കേരള വണ്ടികൾ പഴനിയിൽ വന്നിരിക്കുന്നത് ചരിത്രത്തിലാണ്. അത് ആ ഗിരിവലം വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് 10,000-3000 പേര് ഗിരിവലം വെച്ചു. പെരുമഴയത്ത് എന്നെ പോലെയുള്ള ഭീരുക്കൾ മഴ നനയാൻ വയ്യാത്തത് കൊണ്ട് ഗിരിവലത്തിന് വന്നില്ല. 10,000-3000 പേര് വെച്ചു. അപ്പൊ അവിടെ ഒരാളെന്നോട് പറഞ്ഞു, കടക്കാരൻ ചോദിച്ചു, കേരളം മുഴുവൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അത് ഒരു കൂട്ടം വരുന്നുണ്ട്. അല്ല, പിറ്റേന്ന് രാവിലെ ഞാൻ തിരിച്ചു പോരുമ്പോഴും ഒരുപാട് വണ്ടികൾ പഴനി എന്നുള്ള ഒരു പൊള്ളാച്ചി റൂട്ടിൽ നമ്മുടെ വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ വരുന്നവർക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേര് എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. ഞാൻ ഒരു പോലും വാങ്ങാറില്ല. എനിക്ക് മെസ്സേജ് അയച്ചോളൂ, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് ആ റിസൾട്ട് കിട്ടി സന്തോഷത്തിൽ വിളിക്കാറുണ്ട്. എനിക്ക് വേണമെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഗ്രൂപ്പിൽ ഇടിപ്പിക്കാം. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എനിക്കിത് കിട്ടി. അപ്പോൾ കൂടുതൽ ആൾക്കാരിൽ പോയി ചേരും. ഞാൻ ഒരാളോട് പോലും പറയാറില്ല, ഒരാളോട് പറയാറില്ല. എനിക്ക് ഈ പറയണതൊക്കെ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ അവർ ഷെയർ ചെയ്യും, വേറെ ആളോട് പറയും, അയ്യോ ഇയാൾക്ക് റിസൾട്ട് കിട്ടിയിട്ടാ, അപ്പോൾ ഒന്ന് ചെന്നോളോട്ടോ. അത് ഞാൻ എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെയുള്ളവരെല്ലാം ആവശ്യം. അത് അനുഗ്രഹം കിട്ടട്ടെ, അത് ഭഗവാന് അനുഗ്രഹത്തിൽ അവർ പോട്ടെ, അവർ അനുഗ്രഹം കിട്ടിയോട്ടെ. പക്ഷെ എൻ്റെ ആവശ്യം ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഭഗവാന്റെ ഡ്യൂട്ടിക്ക് ചെയ്യാൻ വരണവരും. ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണതാവണം, എൻ്റെ മുരുകോന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ വരുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ഗ്രൂപ്പിൽ ഇടിപ്പിക്കാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ണടച്ചിടും, പക്ഷെ ചെയ്യാറില്ല. എവിടെ ഞാൻ പരസ്യം ചെയ്യാറില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഇത്ര ആൾക്കാർക്ക് ഒരു ബോർഡ് പരസ്യം കൊടുക്കപ്പെടുന്ന ബോർഡ് വയ്ക്കാറൊന്നുമില്ല. എൻ്റെ ആവശ്യം ഭഗവാന്റെ ഡ്യൂട്ടി, അത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിന് തയ്യാറായുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ വരുന്നത്. മറ്റേതൊക്കെ അവർക്ക് LMRK ടോക്സ് എന്നുള്ള ചാനൽ തുടങ്ങി നന്നായി. ആളുകളെ ഒന്ന് ഒരുമിച്ച് ചേർക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു അവയർനെസ് ഉണ്ടാക്കാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഷൂട്ടിന് മുമ്പ് പറഞ്ഞത് LMRKക്ക് ഒരു മുഖമാസിക വേണം.
നമുക്ക് ഇത്രയും അംഗങ്ങളുണ്ടല്ലോ, നമുക്ക് എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾക്കുണ്ട്. നമുക്ക് ഈ ഭഗവാനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഈ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ആധ്യാത്മികമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു മാസിക LMRK ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങോട്ട് പറയാം. അതെ, അദ്ദേഹം തീരുമാനിക്കട്ടെ. അതിന് ഞാനുണ്ട്, എല്ലാ കാര്യത്തിലും ഞാനും കൂടെ ഉണ്ട്. അല്ല, 10-30 വർഷമായിട്ട് പത്രത്തിൽ പണിയെടുത്ത ആളല്ലേ, അതും ഞാനും അതിന്റെ കൂടെ നിൽക്കാം. അത് തീർച്ചയായും വേണം, നമ്മുടെ എല്ലാ പ്രവർത്തകരും കേൾക്കട്ടെ. തീർച്ചയായും സന്തോഷം, ഒരുപാട് നന്ദി. അദ്ദേഹത്തിന് മുമ്പിൽ പ്രാർത്ഥന വയ്ക്കാം. അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം തീരുമാനിച്ചാൽ നമുക്കത്. അതെ, കാരണം ഞാൻ ഇപ്പൊ ഈ പുസ്തകം 12ാം പതിപ്പായി, ഞാൻ 3ാം പതിപ്പിന്റെ സമയത്ത് നമ്മൾ തുടങ്ങിയത്. എന്നിട്ട് നമ്മൾ തീരുമാനിച്ചു 5ാം പതിപ്പിന് പ്രകാശനം വേണം. അപ്പൊ അങ്ങ് പറഞ്ഞു 5 അല്ല 6, 6ാം പതിപ്പിന് പ്രകാശനം വെക്കാന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ കൈ നിൽക്കാതെ അത് 10ാം പതിപ്പിൽ. അതെ, അതിനാണ് നമ്മൾ പരിപാടി നടത്തി. ഇപ്പൊ 12ാം പതിപ്പായി. ഞാൻ വിചാരിച്ചു ഇപ്പൊ തമിഴ് വന്നു അല്ലേ? തമിഴ് നമ്മുടെ പ്രവർത്തകർ അന്ന് കണ്ടു കാണും. ഏതായാലും ഇതിന്റെ തമിഴ് പേരെന്താണ്? ഓം മുരുക കുമാരികാണ്ഡം നോക്കി എൻ പയണം. അതായത് മുരുകനെ കുമാരികാണ്ഡത്തിലേക്കുള്ള എൻ്റെ യാത്ര. അതും വന്നു. നോഷൻ പ്രസ്സാണ് ചെന്നൈയിലുള്ളത്. ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷ് കണ്ടിരുന്നു. അപ്പോൾ 3 ഭാഷകളിലായി ഇപ്പോൾ. 3 ഭാഷകൾ. ഇനി ഒരു ഹിന്ദി പതിപ്പ് ഉടനെ ഉണ്ടാവട്ടെ. കന്നഡ ചോദിച്ചിട്ടുണ്ട് 1-2 പേര്. ഹിന്ദി കൂടെ വേണം. കാരണം നമ്മൾ ഈ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, ഇന്ത്യയെ മുഴുവൻ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ഇപ്പോൾ തീരുമാനിച്ച അങ്ങയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഹിന്ദിയിലൊരു പതിപ്പ് വേണം. അതുകൂടി അങ്ങ് ഭഗവാന്റെ അനുമതിക്കായിട്ട് സമർപ്പിക്കും. തീർച്ചയായും. ഒരുപാട് പേര് രണ്ടാം ബുക്ക് എഴുതി തുടങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. അതും പറഞ്ഞിട്ടില്ല, അവിടുന്ന് ഓർഡർ കിട്ടിയില്ല. ഓർഡർ കിട്ടാതെ നമ്മൾ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ആ പുതിയ നിയോഗങ്ങളെ കുറിച്ച് പറഞ്ഞാൽ. അതിലൊരു നിയോഗം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ തുടർച്ചയാണത്. കുമാരികാണ്ഡത്തിൽ നിന്ന് തുടങ്ങി ഭോഗർ മഹർഷിയുടെ അദ്ദേഹത്തിലൂടെ സഞ്ചരിച്ച് ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന മുരുകയുഗത്തിന്റെ ബാക്കി ഭാഗം, അത് ഭാരതമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചെയ്യാനുള്ള നിർദ്ദേശമുണ്ടോ? ഇപ്പൊ അഗ്നിയാഗം അതിലേക്കുള്ള യാത്രയാണ്. അതിലേക്ക് അത് അഗ്നിഹോമം തുടങ്ങി. ഞാൻ സാധാരണ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാം ഓരോ യാഗങ്ങൾ കഴിഞ്ഞ അടുത്തേക്ക് പോകാറാണ് പതിവ്. അപ്പൊ എൻ്റെ ഇതിൽ 6ാമത്തെ യാഗം ടൈമാണ്, കാലം. അത് വലിയൊരു യാഗാവുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും വലിയ ലെവലിലേക്കാണ് പോണത്. കാരണം അതിനൊരു തുടക്കത്തിനൊരു ഹോമം നടത്താൻ പറ്റി. അതൊരു യാഗം മാതിരി തന്നെയാണ്. അത്രയും വലിയൊരു ലെവലിലേക്ക് പോയി അവിടുന്ന് ഇനി കുറെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ഏത് സ്ഥലങ്ങളാണെന്ന് അറിയില്ല. മണ്ണെടുത്തിട്ട് വരണം. ആ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് മണ്ണെടുത്ത് വന്നിട്ട് വേണം അഗ്നി യാഗത്തിലേക്ക് കിടക്കാൻ. അപ്പോൾ ഒരു തുടക്കം, ഒരു യാത്ര, ഒരു വലിയൊരു യാഗം. അപ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അതിലെ ലക്ഷ്യമാണെങ്കിലോ ഒരു വലിയൊരു ഇതുവരെ ഭരിച്ചൊരു ശക്തിനെ ഡീപ് സ്റ്റേറ്റിനെ തകർത്തെറിഞ്ഞിട്ട് മുരുകവാൻ തന്നെ വലിയൊരു ശക്തിയായിട്ട് മാറണം, ലോകത്തിന്റെ പവർഫുള്ളായി മാറണം, ഇന്ത്യ അതിന്റെ കേന്ദ്രമാണ്, ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്ന ലെവലിലേക്കുള്ള ഒരു കാര്യത്തിലേക്കാണ് പോണത്. അപ്പോൾ ഈ സംഭവം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു, ചരിത്രത്തിൻ്റെ നാൾവഴികൾ എന്ന് പറയാവുന്നത്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നടക്കണ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു സാധാരണ പറയാറുണ്ടല്ലോ, ഒരു കാര്യം കഴിഞ്ഞ് വന്നിട്ട് അത് ഞാൻ പറഞ്ഞതാണ് പ്രവചിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളെ കുറ്റം പല ആൾക്കാരും പറയുന്നത്, അവകാശപ്പെടുന്നു പറഞ്ഞിട്ടാണല്ലോ അതാണ്. പക്ഷെ ഇവിടെ അതല്ലല്ലോ, ഇവിടെ നമ്മൾ മുൻകൂട്ടി പറയുന്നുണ്ട്. അതെല്ലാ വീഡിയോ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ച വീഡിയോ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ ആ ചർച്ചകൾ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, സംഭവങ്ങൾ ഉണ്ടാവണത് എങ്ങനെയാണ്. കാരണം ഇത് എൻ്റെ ഒരു കഴിവേ അല്ല, ഡിസൈൻ അദ്ദേഹത്തിൻ്റെയാണ്, നമ്മളെ കൊണ്ട് ചെയ്യിക്കണമെന്നുള്ളൂ. അപ്പോൾ ആ ഒരു വലിയൊരു യാത്രയിൽ ഈ അഗ്നിഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതം അതിൻ്റെ പെർഫെക്റ്റ് ലെവലിലേക്ക് വരും, ഡീപ് സ്റ്റേറ്റ് തകർപ്പെടും, നമ്മൾ തന്നെയാവും ഡീപ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞിട്ടാണ് അല്ല, അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മെസ്സേജുകളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ടോ? എവിടെയെങ്കിലും യാത്രകൾ എവിടേക്കെന്ന് പറഞ്ഞാൽ അത് കിട്ടിയിട്ടില്ല. അത് ഇനിയുള്ള ദിവസങ്ങളിലാണ് അത് കിട്ടാൻ പോകുന്നത്. നമ്മൾ ഈ യാത്രകളിലൂടെ സഞ്ചരിച്ച് മണ്ണെടുത്തിട്ട് വരണം. അത് പല സ്ഥലങ്ങളിലേക്ക് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. 3-4 സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഏതാണെന്ന് എനിക്കറിയില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പോകും. പ്രത്യേകിച്ച് എൻ്റെ പിറന്നാൾ ദിവസം എന്തായാലും സ്ഥലത്തേക്ക് വിടാറുണ്ട്. അതുണ്ടാവും. മാർച്ച് 29 അന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗ്യാങ് ടോക്കിലായിരുന്നു. അതിന് മുമ്പ് ഇറങ്ങുന്ന ഓരോ സ്ഥലത്തേക്ക് വിടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഉണ്ടാവും ഒരു യാത്ര. ഞാൻ ഇടയ്ക്ക് വേറൊരു സ്വകാര്യ വിഷയം ചോദിക്കട്ടെ. അതായത് മറ്റൊന്നുമല്ല, വളരെ ക്വയറ്റ് പേഴ്സണലല്ല. ഇപ്പം ഈ കുറച്ച് വളരെ പെട്ടെന്ന് നമ്മുടെ പുസ്തകമൊക്കെ വന്നു, കുറച്ച് വിഷ്വൽ മീഡിയ അപ്പിയറൻസൊക്കെ വന്നതിന് ശേഷം അങ്ങനെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളുടെ ഒരു സമീപനം എങ്ങനെയാണ്? നല്ല റെസ്പെക്റ്റ് ആട്ടോ, ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ വന്ന് സംസാരിക്കണതും
ഒരു സന്തോഷം, അവരുടെ മുഖത്തൊരു സന്തോഷം കണ്ട് ആളെ കണ്ടു എന്നുള്ളൊരു സന്തോഷം കണ്ട് ചിലപ്പോൾ ഒരു സെൽഫി എടുത്തിട്ട് പോകും, കാണണം എന്ന് പറയും, സംസാരിക്കണം എന്ന് പറയും, പറ്റിക്ക് ഫോൺ നമ്പർ മേടിക്കും. അങ്ങനെയുള്ള ഒരു അതൊരു എനിക്ക് സന്തോഷം, അവർക്ക് സന്തോഷമുള്ള രീതിയിലാണ് ആ കാഴ്ചകളൊക്കെ ഉള്ളത്. ഈ ഭഗവാന്റെ ഒരു ദർശനം ഉണ്ടായ ഒരാളാണ്, ഭഗവാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അങ്ങ് ഒരുപക്ഷെ എല്ലാം ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പഴനി ചെല്ലുമ്പോൾ മുരുകഭഗവാനെ കാണാറുണ്ടാവും. അപ്പോൾ എന്താ തോന്നാറുള്ളത്? ഞാനിപ്പോൾ നമ്മളൊരു സറണ്ടർ എന്നുള്ള ലെവലിലേക്ക് മനസ്സെത്തി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൾക്കാരെ പിടിച്ചു നിർത്താനൊന്നും ഞാൻ ശ്രമിക്കില്ല, ആര് വരണമെന്ന് നോക്കില്ല, ഞാൻ ഒക്കെ അദ്ദേഹത്തിന് വിട്ടുകൊടുത്ത് നമ്മൾ ഡ്യൂട്ടി മാത്രം ചെയ്യുക. ഡ്യൂട്ടി അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഏൽപ്പിച്ച ഡ്യൂട്ടി അതിഗംഭീരമായി ചെയ്യാനുള്ള എന്തൊക്കെ എനിക്ക് വേണം അതൊക്കെ തന്നെ എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ഞാൻ നടത്താറുള്ളൂ. ഈ കാടും മലയും നാടും നഗരങ്ങളും ഒക്കെ ചുറ്റി കുറേ യാത്രകൾ ഭഗവാന്റെ സന്ദേശങ്ങളുമായിട്ട് നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അപരിചിതമായ ചില ഭൂമികളിൽ നമ്മൾ ചെല്ലുന്നു, അവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവാതെ പോകുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടോ? വല്ലയിടത്ത് ചെന്നിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നു, ആ പ്രശ്നത്തിൽ നിന്ന് ഭഗവാന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്നു? ഇല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴല്ല, മുൻകാലഘട്ടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ടാണ് പോണേ. അപ്പോൾ നമുക്കൊരു ടെൻഷൻ, 2-3 ടെൻഷൻ. ഒന്ന് സാമ്പത്തികം, ഉള്ള കാശ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് യാത്രയാണ്. അല്ലാതെ ലീവ് രാത്രി 2 മണിക്ക്, അത് ഇപ്പോഴായാലും ശരി 4 മണിക്ക് വീട്ടിലെത്തിയിട്ട് കാലത്ത് കുളിച്ച് ജോലിക്ക് പോകണം, ലീവ് ഉണ്ടാവില്ല. അത് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യണത്. അപ്പോൾ ലീവിൻ്റെ അപ്പോൾ ദിവസം വൈകി കഴിഞ്ഞാൽ പേടി, ഓഫീസിലെത്തിയപ്പോൾ ഉണ്ടാവണം പേടി. പിന്നെ ഈ പണ്ടൊക്കെ മലകൾ കയറാൻ പോകും, മലകളിലൊക്കെ ഇപ്പോഴും ഓഫീസിൽ പോകണമെന്ന് ജീവിക്കാൻ ഇപ്പോഴും പണിയെടുത്താൽ ജീവിക്കുന്നത് ചില ഇതിലുണ്ടാവില്ല. ശരി, ചില ആൾക്കാരൊക്കെ അടിയിൽ വന്നിട്ട് പണിയെടുത്ത് ജീവിക്കണം, ഇതിന് പറ്റില്ല, പണിയെടുത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്, അതിന് നടക്കില്ല. 34 കൊല്ലമായിട്ട് പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതില് ഈ പരിപാടി ആയിരത്തി ഇതില് പറ്റില്ല. 34 കൊല്ലായി. അല്ല, അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ചോദിച്ചതാണ്. നമ്മുടെ വീഡിയോയുടെ താഴെയും നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ല, അന്ധവിശ്വാസം പറയുന്നു, പോയി പണിയെടുത്ത് ജീവിക്കണമെന്ന് ചില വിദ്വാന്മാർ കമന്റ് ഇട്ടു. അതുകൊണ്ടാണ് ഇപ്പോഴും പണിയെടുത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു, ഞാനൊന്ന് പറയിപ്പിച്ചത്. അത് ഇവിടെ നടക്കില്ല, പണിയെടുത്തിട്ടൊന്നും ജീവിക്കണം. 4 കൊല്ലമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഈ കമന്റ് ഇട്ട് ആരെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അവരെക്കാളും കൂടുതൽ പണിയെടുക്കുന്നുണ്ട്. കാരണം 18 വയസ്സ് തൊട്ട് തുടങ്ങിയതാ പണിയെടുക്കല്. ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കുന്നു, ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിൽ പോയിട്ട് ശ്മശാനത്തിൽ പോയ അനുഭവം പറഞ്ഞില്ലേ, അതൊക്കെ വല്ലാതെ ഈ ആളുകളെ സ്പർശിക്കുന്നതായിരുന്നു. ഞാൻ പറയുന്ന അത്തരം അനുഭവങ്ങൾ ഈ യാത്രകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മൂന്നാമത്തെ ഒരു പേടി ഞാൻ പേടിക്കണത് മലകൾ കയറാൻ പോകുമ്പോൾ. ഇപ്പൊക്കെ നമുക്കൊരു ആൾക്കാരുണ്ട്, അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അന്നൊന്നും ആരുമില്ലായിരുന്നു, അന്ന് എൻ്റെ അമ്മ ഇല്ല, ഇപ്പൊ അമ്മ വൈഫ് ഉള്ള സമയത്ത് ഞാൻ പോവാണ്. എനിക്കൊരു മലയുടെ മുകളിൽ നിന്ന് വീണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അറിയാൻ പോലും ഇല്ല. അറിയല് മാത്രല്ല, ഇവരെന്തൊക്കെ പറയും അമ്മേനെയും ഭാര്യനും. നിങ്ങൾ പറഞ്ഞാഴ്ചയല്ല വീട്ടിൽ ഓരോ പൊട്ടത്തിലൊക്കെ പറഞ്ഞിട്ടിട്ട് പറഞ്ഞാഴ്ച കാരനല്ല, സമ്മതിച്ച കാരനല്ല ഇത് ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർക്കില്ലാത്ത കുറ്റമുണ്ടാവും. എനിക്ക് അതായിരുന്നു സത്യം. ഓരോ മലകയറും എനിക്ക് എന്തെങ്കിലും പേടി, ഏറ്റവും പേടിയുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഇവർ അതിൻ്റെ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴും ഒരു കൈ നമ്മൾ പിടിക്കാനുണ്ട്. അതെല്ലായ്പ്പോഴും എല്ലാവിടെയും ഉണ്ട്. ശ്മശാനത്തിൽ പോയി ഉണ്ടായ അനുഭവമായാലും ശരി, റഷ്യയിൽ ഒരു ബന്ധമില്ലാത്ത ലേഡി ഒന്ന് സംസാരിക്കും. അതെന്തായിരുന്നു റഷ്യയിൽ? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂറിയക്കാരൻ്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടെ പറയാം, ഞാൻ മറന്നുപോയി. അതെ, അത് റഷ്യയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ 2013 ഞാൻ പോണത്. ഒരു ഫെബ്രുവരി മാസമാണ് പോണത്, തണുപ്പിൻ്റെ അങ്ങേറ്റ. അപ്പോൾ ഞാൻ അതുവരെ പോയതൊക്കെ ഏഷ്യയിലെ കുറച്ച് രാജ്യങ്ങളിലായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന രാജ്യം. ആദ്യമായിട്ട് ഒരു പരിചയമില്ലാത്ത, ഒരു ബന്ധമില്ലാത്ത, ഒരു ഭാഷയായിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാണ്. 5 ദിവസമാണ് റഷ്യയിലുള്ളത്. റഷ്യൻ വിസ കിട്ടിയത് 5 ദിവസത്തേക്കാണ്. അഞ്ചാം ദിവസം തിരിച്ചിങ്ങോട്ട് കയറണം, ഇല്ലെങ്കിൽ പെടും. അപ്പോൾ ആ ഉള്ള കാശ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് യാത്ര പോണത്. അപ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്പേസ് സംബന്ധമായിട്ടുള്ളൊരു സംഭവം കിട്ടും. ആ എനർജി എടുത്ത് തിരിച്ചു വരും, അത്രയാണ് മെസ്സേജ്. ഞാൻ ബുക്ക് ചെയ്ത് ശ്രീലങ്ക എയർലൈൻസ് വഴിയാണ് പോണത്. അവിടെ ഇറങ്ങി അവിടെ ശ്രീലങ്കൻസുകാർ എന്താ ചെയ്യുക, ഇവിടുന്ന് കൊച്ചിയിൽ ശ്രീലങ്കയിൽ കൊണ്ടുപോകും, കൊളംബോയിൽ. അന്ന് രാത്രി ഹോട്ടൽ തരും, പിറ്റേ ദിവസം കാലത്ത് ഫ്ലൈറ്റിൽ കൊണ്ടുപോകണം. അപ്പോൾ പുലർച്ചെ വന്ന് അവർ പിക്ക് ചെയ്തിട്ട് അങ്ങനെ ഫ്ലൈറ്റ് കൊണ്ടുപോകും. വലിയ ഫ്ലൈറ്റാണ്, 200-300 ആൾക്കാരൊക്കെ ഉണ്ട്. ഒക്കെ റഷ്യക്കാരാ, ഞാൻ മാത്രമാണ് ഏഷ്യനായിട്ടുള്ളൂ. അപ്പം എൻ്റെ ടിക്കറ്റിൽ രജിത് കുമാരാന്നാ
അവരുടെ കുമാരനെ കുമാരാന്ന് എഴുതുക അവര്. അപ്പൊ അവര് വിചാരിച്ച എയർ ഹോസ്റ്റസ് ഒക്കെ വിചാരിച്ച ഞാൻ ശ്രീലങ്കനാണ്. അവര് വന്നിട്ട് പറയും നിങ്ങൾ മാത്രം ശ്രീലങ്കനുള്ളൂ, ബാക്കിയൊക്കെ റഷ്യക്കാരാണ്. ഞാനൊന്നും മിണ്ടിയില്ല. ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരുടെ. അവിടെ ഇറങ്ങി ഉള്ളിലേക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ റഷ്യ നമുക്കറിയാലോ, നമ്മുടെ ചെറുപ്പത്തിൽ സോവിയറ്റ് യൂണിയൻ വല്ലാത്തൊരു വികാരം ഉണ്ടാക്കിയത്. ഇപ്പോഴും അന്നൊന്ന് റഷ്യ നമ്മുടെ ഒരു വലിയൊരു ബലാണ്. ഇപ്പോഴും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ടോൾസ്റ്റോയുടെ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, ഡോസ്റ്റോസ്കിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്, ജോൺ റീഡിൻ്റെ ലോകം പിടിച്ച് കുലുക്കിയ 10 ദിവസങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ആവേശത്തോട് കൂടിയിട്ടാണ് അവിടെ ചെല്ലണത്. പക്ഷെ എന്തിന് അറിയില്ല. ഒരു ഗൈഡുണ്ട്, നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോകും. ടോൾസ്റ്റോയുടെ വീട്ടിലേക്കൊക്കെ പോയി, വല്ലാത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു, 2 ദിവസം കൂടെ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടണില്ല. ഒരു ദിവസം ഇവിടെ പോവാണ്, റെഡ് സ്ക്വയറിൽ പോവാണ്, ലെനിൻ്റെ ശവകുടീരം. അപ്പോൾ ലെനിൻ്റെ അവിടെ നമുക്ക് അത്രയും പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ. ഭയങ്കര ആവശ്യമായിട്ട് സല്യൂട്ടൊക്കെ കൊടുത്ത് ഞങ്ങൾ പുറത്ത് ഇറങ്ങി നടക്കുമ്പോൾ പെട്ടെന്നൊരു റഷ്യൻ ലേഡി ഓടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് എന്തൊക്കെയോ റഷ്യ ഭാഷയിൽ പറയുന്നുണ്ട്. എനിക്ക് അറിയില്ല അവരെവിടെ നിൽക്കണ റഷ്യ ലേഡി. അപ്പോൾ ഗൈഡ് എന്താ മറുപടി പറഞ്ഞു, അവരെ ചിരിച്ചിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇവിടെ വരെ വന്നിട്ട് യൂറികാരൻ്റെ ശവകൂട്ടനും കാണാതെ പോവുകയാണോ ചോദിച്ചത്. ഞാൻ ആകെ ഞെട്ടി. ഒരു പരിചയമില്ലാത്ത റഷ്യൻ ലേഡി കൊണ്ട് അല്ലെങ്കിൽ മിസ് ചെയ്ത് പോയാലേ. ഞാൻ വേഗം എന്തായാലും എനിക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞു. ഗൈഡ് ആകെ ഞെട്ടി എൻ്റെ മാറ്റമൊക്കെ കണ്ടിട്ട്. അവിടെ പോയി ഞാൻ അവിടെ പ്രാർത്ഥിച്ച് സല്യൂട്ടൊക്കെ ചെയ്ത് അങ്ങോട്ട് പോന്നു. അപ്പൊ അതൊക്കെ എങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, നമ്മൾ സ്പേസുമായി ബന്ധപ്പെട്ട ഒരു 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 ലക്ഷ്യത്തിലേക്ക് പോകണമെന്നുള്ള മെസ്സേജ് കിട്ടി പോകുന്നു. ലെനിനെ കാണുന്നു. ലെനിനെ കണ്ടു പോകുമ്പോൾ ഒരു സ്ത്രീ ഓടി വന്നിട്ട് നമ്മളെ ശകാരിക്കുന്നു. ഇവിടെ അവരെ വന്നിട്ട് അത് കാണാതെ പോവുകയാണോ, എന്നിട്ട് അവരവരുടെ വഴിക്ക് പോകുന്നു. അതിനു മുമ്പ് പിന്നെ കണ്ടിട്ടില്ല അവരെ. അല്ല അതൊക്കെ എങ്ങനെ നടക്കുക? അതൊക്കെ ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ടതാണ്. അപ്പം ഞാനിപ്പോൾ ചോദിക്കാൻ വന്ന നമ്മുടെ ഈ എപ്പിസോഡ് തീരും മുമ്പ് എനിക്ക് അറിയേണ്ടത്, നമ്മളിപ്പോൾ അഗ്നി ഹോമം കഴിഞ്ഞു, അഗ്നി യാഗത്തിലേക്ക് പോവുകയാണ്. അപ്പം യാഗം എന്ന് പറഞ്ഞാൽ അതിവിശാലമായ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അത് നമ്മൾ ഇതിനു മുമ്പ് യാഗം നടത്തിയിട്ടുണ്ടോ? നാലാമത്തെ യാഗമാണ് അല്ലേ? അഞ്ചാമത്തെ 4 നടത്തി കഴിഞ്ഞിട്ടുണ്ട്. 5ാമത്തെയാണ്. ഈ 4 യാഗങ്ങളും നടക്കുമ്പോൾ എല്ലന്മാർക്ക് ഇത്രയും വലിയൊരു മൂവ്മെന്റ് ആയിരുന്നില്ല. അത്ഭുതകരമാണ്. അതെ, ഓരോ യാഗം കഴിയുമ്പോഴും ശക്തി കൂടി വരികയാണ്. പക്ഷെ അതിൽ റിസൾട്ടും ഭയങ്കരമായിട്ട് ഭാരതത്തിനെയും ലോകത്തിനെയും. അല്ല, ഈ യാഗം എവിടെ ആയിരിക്കും എന്നുള്ള സൂചനയും വന്നിട്ടില്ല. ഇല്ല, ഇനിയുള്ള ദിവസങ്ങളെ കിട്ടുള്ളൂ. അത് കിട്ടും. ഒരുപാട് പേര് ചോദിക്കേണ്ട ചോദ്യം എന്നാണ്. ഇപ്പൊ പുറത്ത് വിദേശത്തെ ആൾക്കാർക്ക് വിളിക്കും. ഞാൻ കണ്ടിരുന്നു അവിടെ ഡെൻമാർക്കിൽ നിന്ന് വന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു പോയി. അദ്ദേഹത്തെ കണ്ടു ഞാൻ. ഡെൻമാർക്കിൽ നിന്ന് US എല്ലാ രാജ്യത്തും വരും. അപ്പൊ അവര് വിളിച്ച് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ലീവ് എടുത്ത് നേരത്തെ പ്ലാൻ ചെയ്യണം, ടിക്കറ്റ് ബുക്ക് ചെയ്യണം. നമ്മള് പറയണത് ശരി, ഭഗവാൻ പറയുമ്പോ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കുക. അറിയിപ്പ് കിട്ടിയ ഉടനെ നമ്മൾ ABC ചെയ്യും എവിടെയാണെന്നുള്ളത്. സംശയമില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ എപ്പിസോഡ് കഴിയും മുമ്പ് എനിക്ക് അടുത്ത എപ്പിസോഡിൽ എനിക്ക് കുറച്ച് നമ്മൾ ഇതുവരെ എനിക്ക് ചില നിരാശ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ ഭൂമിക തമിഴ് മണ്ണാണ്. ആ തമിഴ് മണ്ണിൽ നമ്മൾ അഗ്നി ഹോമം നടത്തി ആവേശഭരിതരായി ഒരുപാട് എനർജിയൊക്കെ സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രം പൊളിച്ചു കളഞ്ഞു സ്റ്റാലിൻ. സനാതന ധർമ്മത്തെ മലേറിയ ഡെങ്കു പോലെ ഉച്ചാടനം ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ വലിയ മാറ്റം ഉണ്ടാകുന്നു എന്ന് എല്ലായിടത്തും പറയുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ റിവേഴ്സ് ഗിയറി കാര്യങ്ങൾ പോവുകയാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതൊന്ന് പറയണം. ഇപ്പോൾ പറയേണ്ട അടുത്ത എപ്പിസോഡ്. അപ്പോൾ കൂടെ ഉണ്ടാവണം. ഇത് എന്തുകൊണ്ട് ഞാൻ ഈ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം. ഈ ആശങ്ക സ്വാഭാവികമാണ്. കാരണം തമിഴ്നാട്ടിൽ ആണ് ഇതിൻ്റെ ഒരു വേര് കിടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ ശക്തിയാണ് നമ്മൾ ഈ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനും എത്തിക്കാനും ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ എല്ലാം തകിടം പറയുകയാണ്. അവിടെ ഹിന്ദു എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് രജിത്ജിയോട് ചോദിക്കേണ്ടതാണ്. അതാണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ ചോദിക്കുന്നതും നാളെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.